ഹലോ ഗൈസ്, നമ്മുടെ ബൊഗെയിൻവില്ല തന്നെയാണ് ഇന്നും താരം. കാരണം ഈ വേനൽ കയ്യോളം ഇവർ തന്നെയാണ് താരമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബൊഗെയിൻവില്ലകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു 2-ാം തീയതിയൊക്കെയാണ്. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യൽ എന്നാന്ന് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എഡിറ്റ് ചെയ്ത് അവിടെ അങ്ങ് വെക്കുന്നേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ നല്ല കനത്ത മഴ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മഴ ഉണ്ടായിരുന്നു. നമ്മുടെ ബൊഗെയിൻവില്ലൊക്കെ തീരെ പറ്റാത്തൊരു സംഭവമാണ് മഴയൊക്കെ. കണ്ടില്ലേ, നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്തതും എല്ലാം ഒക്കെ മഴ കൊള്ളുന്നിടത്തായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതെല്ലാം ഒക്കെ ഉണ്ട്. നമ്മൾ തണലത്ത് വെച്ച ചെടികളും എല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്താമെന്ന് കരുതി നമ്മൾ കുറച്ച് ഹൈബ്രിഡുകളൊക്കെ ആയിട്ടുള്ളതൊക്കെ ഇവിടെ ഫ്രണ്ട് ഭാഗം നമ്മൾ കുറച്ച് ഒഴിച്ച് നമ്മളവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ അങ്ങ് സെറ്റാക്കി വെക്കാമെന്ന് കരുതി ഹൈബ്രിഡുകളെല്ലാം വേർതിരിച്ച് നമ്മൾ ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കാം എവിടെയൊക്കെയായിരുന്നു ഹൈബ്രിഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഹൈബ്രിഡുകൾ സ്വന്തം വേറെ ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ എങ്ങനെ കാണാനും. ബൊഗെയിൻവില്ല വിട്ടുന്നതിൻ്റെ ഇത് വേറൊരു ഐറ്റം വൈറ്റാണ് കേട്ടോ. നമ്മളെ ചുറ്റുപാട് ഇങ്ങനെ വരുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണ് കേട്ടോ പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഈ ബൊഗെയിൻവില്ലാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് 3 ഫ്രണ്ട്സുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു ലുക്ക് കിട്ടണില്ല. എന്താണെന്ന് ചോദിച്ചാൽ ആ ചട്ടികളും കാര്യങ്ങളൊന്നും ആയിട്ട് ഒരു ചുറുക്കാണ് കിട്ടണില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ നല്ല ഒരേ ചട്ടികളും നല്ല ഒരേ കുറച്ച് പൈസ എടുത്ത് കണ്ടൊക്കെ ചട്ടികളൊക്കെ നല്ല ഒരേ മാതിരിക്കാക്കണം, സെറ്റാക്കി വെക്കണം, എങ്കിലേ നല്ല ഭംഗിയായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ്. നമ്മളിപ്പോഴും കമ്പുകളൊക്കെ വെച്ച് പിടിപ്പിക്കലുണ്ട്. നമ്മളിങ്ങനെ ചെറിയ കട്ടിങ്സൊക്കെ വെച്ചിലൊക്കെ വൈറ്റ് ഉണ്ടായിട്ടൊക്കെ ഇങ്ങനെ ഓരോന്നതൊക്കെ വെറുതെ എല്ലാം ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഉമ്മ ബൊഗെയിൻവില്ലേൻ്റെ തൂമ്പെടുത്തുകൊണ്ട് ഒരു മാസം മുമ്പ് വെറുതെ കുത്തിയത് തന്നെ. ഞാൻ കരുതി ഉണങ്ങി പോകുന്നു, പക്ഷെ തണലത്തായതുകൊണ്ട് പിടിച്ച് അതിമ്മ പൂവ് വിട്ടു കേട്ടോ. നമ്മളൊക്കെ കട്ടിങ്സൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടില്ലേ നമ്മൾ ഹൈബ്രിഡുകളെല്ലാം ഇങ്ങോട്ട് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയത് എല്ലാം ഇങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ റൂബി റെഡിൽ നിറയെ മുട്ടുണ്ട്. നമുക്ക് കിട്ടിയ അന്നേ മുട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മുട്ടായിട്ട് വരുന്നത് നമ്മൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ്. അതിലും കുഞ്ഞു മുട്ട് വരുന്നുണ്ട്. നമ്മൾ ചെറിയ കുഞ്ഞ് തൈ വാങ്ങിയില്ലായിരുന്ന അതിൽ നിന്നാണ് കുഞ്ഞു മുട്ട് വരുന്നുണ്ട്. ബാക്കി ഇത് നമ്മൾ ചില്ലി ഐസ്ക്രീമാണ്. ഒക്കെ തരക്കേടില്ലാതെ പോകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടില്ലേ നമ്മളെ എന്താണ് എല്ലാതും ഇത് ഏതാണെന്നറിയില്ല. നമ്മളെ കയ്യിൽ രണ്ടും ഒരേ മരിക്കനുള്ളതാണ്. സൂഫിയ ഇന്ത്യാനയും ഗോൾഡൻ സൺഷൈനും ഉണ്ട്. ഇതിൽ രണ്ടിൽ ഏതോ ഒന്നിനാണ് മുട്ട് വന്നിട്ടുള്ളത്. രണ്ടും ഉണ്ട്. രണ്ട് സെല്ലറെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ചില്ലി ഐസ്ക്രീമിന് നല്ല മുട്ട് വരുന്നുണ്ട് കേട്ടോ. റൂബി റെഡൊക്കെ ഉണ്ടില്ലേ, ഇതൊക്കെ വിരിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് വല്ല ഐഡിയില്ലെങ്കിലും നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇതിന് മുട്ടുകൾ വരുന്നുണ്ട്. രണ്ട് ചട്ടിയിലാണ്. ഒന്ന് സൂഫിയ ഇന്ത്യാനും ഒന്ന് ഗോൾഡൻ സൺഷൈനുമാണ്. ഉണ്ടില്ലേ നല്ല മുട്ട് വിരിയുമ്പോഴറിയാം എങ്ങനെ ഏതാണെന്നൊക്കെ. ഇങ്ങനെ നമ്മൾ അടർന്നൊക്കെ നല്ല മഴ കൊണ്ടിട്ട് ഇത് മഹാറാണിയാണ്. ഇതാണ് അടർന്ന ഒക്കെ ഏകദേശമൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഫ്ലെയിം റെഡാണ്. ഫ്ലെയിം റെഡും ഒക്കെ ഇത് കുറച്ച് ദിവസമായിട്ടുള്ളൂ വാങ്ങിയിട്ട്. ഇതൊക്കെ അതേപോലെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റണം. ഇതും നമ്മുടെ ഒരു ഹൈബ്രിഡാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ചെറിയ കുഞ്ഞി തൈകളൊക്കെയാണ് ഓരോന്നും. അത് നമ്മൾ കട്ടിങ്സ് നട്ടതാണെങ്കിലും തരക്കേടില്ലാതെ പോകുന്നുണ്ട് എല്ലാം. ബൊഗെയിൻവില്ല ഇപ്പോഴാണ് ബൊഗെയിൻവില്ലേൻ്റെ കാലമുള്ളൂ. അതുകൊണ്ട് ഉള്ള കാലത്ത് നമുക്ക് അതാക്കാമെന്ന് കരുതി. പിന്നെ നമ്മുടെ ഗ്രാഫ്റ്റഡ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വിജയിച്ചത്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒന്നുകൂടി ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നല്ല തളിർപ്പും കാര്യങ്ങളൊക്കെ. ഇതിലും തളിർപ്പ് അത്യാവശ്യം വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഒന്നും വന്നിട്ടില്ല, പോയിട്ടുമില്ല പറഞ്ഞ പോലെ അവിടെ ഉണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ചില്ലി ഓറഞ്ച് വാങ്ങിയില്ല, ചില്ലി ഓറഞ്ച് ഉണങ്ങിപ്പോയിന്ന്. അതിൻ്റെ കട്ടിങ്സ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത അതിമേലാണ്. ഇവിടെയൊക്കെ കുറേ ഗ്രാഫ്റ്റിംഗ് പരീക്ഷണങ്ങളാണ് ഇപ്പോൾ മെയിനായിട്ട്. നമ്മൾ കുറേ നാടൻ തൈ വെച്ചിരുന്നല്ലോ, നാടൻ തൈയൊക്കെ നമ്മളൊക്കെ ഗ്രാഫ്റ്റിംഗ് ഓരോന്ന് പിടിപ്പിക്കുക, ഹൈബ്രിഡുകളൊക്കെ ഇങ്ങനെ പിടിപ്പിക്കലാണ് മെയിൻ പരിപാടി ഇപ്പോഴത്തെ ഇതിലൊക്കെ. അത് നമുക്കിത് മൂടാനുള്ള നമ്മൾ സാധാ പീടിന്ന് കൊണ്ടുവരുന്ന പഞ്ചസാര കവറാണ് കേട്ടോ. ഇത് നമ്മളെ അടർന്നൻ്റെ ചെറിയൊരു കമ്പായിരുന്നു. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കഴിച്ചിട്ട്.
എന്തായിരിക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഏകദേശം ഒരു 15 ദിവസത്തിൻ്റെ പുറത്തായിട്ടുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട്. വലിയ നമ്മളധികം പ്രതീക്ഷകളൊന്നും വെക്കാറില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ഒന്നേ പിടിച്ചിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ആത്മവിശ്വാസം മുമ്പ് കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല. അയവ ഉണങ്ങിയിട്ടില്ല. കുഞ്ഞ് തളിർപ്പുണ്ട്. എൻ്റെ ഫോൺ എത്ര സൂം ചെയ്തിട്ടും അങ്ങനെ കാണുന്നില്ല. തരക്കേടില്ലെങ്കിലും നമുക്കൊരു ചെറിയൊരു സന്തോഷം. ചെറിയൊരു കമ്പ്, 1 ഇഞ്ച് വലിപ്പമുള്ള കമ്പ് മാത്രമേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. കാരണം വെറുതെ വലിയ വലിയ കട്ടിങ്സ് എടുത്ത് നമ്മളെ സാധനം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ നാടനാണ്. കമ്പ് ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഇതിൽ ഇലകളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയതാണ് കേട്ടോ. കണ്ടാ ചെറിയൊരു തളിർപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. എങ്കിലും നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. കുഞ്ഞ് തളിർപ്പ് എന്തായാലും ഉണങ്ങിയിട്ടുമില്ല. നമ്മളിപ്പോൾ തുടങ്ങിയതാണ് ബൊഗൻവില്ലേൻ്റെ. നമ്മളെ വീട്ടിൽ തനി പിരാന്തായി തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയെടുത്തുനിന്നും കൊണ്ടുകൊടുത്തുനിന്നും മുഴുവൻ കൊണ്ടുവന്ന് നട്ടിട്ടിട്ടാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതേ ചെടി ഐഫോണിൽ എടുക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ അതേ ചെടി തന്നെയാണ് നമ്മൾ ഐഫോണിൽ കുറച്ച് മുമ്പ് എടുത്ത് വെച്ചതായിരുന്നു. അതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഈ വീഡിയോ കണ്ടില്ലേ. ഇത് നമ്മൾ എങ്ങനെ നോക്കിയാലും നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട്. വീഡിയോൻ്റെ ക്ലാരിറ്റിയൊക്കെ നോക്കൂ. ഫോണിൻ്റെ വ്യത്യാസത്തിലാണ് ഓരോ ചെടികളും നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നത്. കണ്ടില്ലേ. നമ്മുടെ സാധാ ക്യാമറയിലും ഐഫോണിലും എടുത്തതിനാണ് ഓരോ ചെടികളും പൂക്കളും അതിൻ്റേതായ നിറങ്ങൾ കണ്ടില്ലേ. ആ ഒരു നിറങ്ങൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞാൽ അടിപൊളിയാണല്ലോ. ഇത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പറയുന്നുണ്ട് ഈ ചെടികളൊക്കെ കാണാൻ അടിപൊളിയാണ്. അതും ഇതും ഒന്നെന്നെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. കാരണം ഓരോ ക്യാമറയുടെയും വ്യത്യാസത്തിലാണ് നല്ല ഭംഗിയായിട്ട് തോന്നിക്കും ഓരോ ചെടികളും പൂക്കളും ഒക്കെ. കണ്ടില്ലേ. ഇതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തുവെന്നേ ഉള്ളായിരുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ പൂക്കളും ഈ ഫോണിലൂടെ കാണാം. എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ഷെയർ. നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. നിങ്ങളുടെയൊക്കെ ഓരോ ചെടികളെങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട്.